വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഒരു ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാനതിനകത്ത് ആദ്യം എടുക്കുന്നത് ഒരു 250 ഗ്രാമോളം വരുന്ന കൂരയാണ്. മിക്കവാറും വീടുകളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വീട്ടിലും ഇത് കാണും. വളരെ വിലയൊന്നുമില്ല. അത് വാങ്ങി ഒന്ന് ചെയ്ത് നോക്കണം. 250 ഗ്രാം കൂരയ്ക്കകത്ത് പിന്നെ ചേർക്കുന്ന സാധനങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇത് ആദ്യം ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറോളം കുതിരാൻ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് അത് മിക്സിയിലേക്കിട്ട് ആട്ടിയെടുക്കുക. എല്ലാം ഒന്നേപോലെ ആട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ആട്ടിക്കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് തരികൾ ഉണ്ടാവരുത്, നല്ലപോലെ ആട്ടണം. എന്നാൽ തന്നെയും നമ്മൾ വെള്ളം കൂടെ ചേർത്ത് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കും. അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഇതിൻ്റെ തൊലി സെപ്പറേറ്റ് കാണും. അപ്പോൾ അതും നീക്കം ചെയ്ത് നല്ല തരിയില്ലാതെ നല്ല രീതിയിൽ അത് എടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ പാലിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കുക. കണ്ടിഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നന്നായി കണ്ടോ, അരിച്ചപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് വന്ന തൊലിയാണത്. അത് നമ്മൾ മാറ്റിയിട്ട് ആ തെളിഞ്ഞ നീര് മാത്രമാണ് എടുക്കുന്നത്. കണ്ടോ, പിന്നെ എടുക്കുന്നത് ഒരു 300 ഗ്രാമോളം വരുന്ന ശർക്കരയാണ്. ശർക്കര ഇച്ചിട്ട് കൂടുതലെടുത്താലും കുഴപ്പമില്ല, മധുരം വേണമെങ്കിൽ മാത്രം. പിന്നെ ഒരു മുറി തേങ്ങ, അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരു പാനിനകത്തേക്ക് ഒരു 3 സ്പൂണോളം വരുന്ന നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആ പൊടിച്ച് വെച്ച തേങ്ങ ഇട്ട് നന്നായിട്ട് ചിക്കി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെയും അത് ഒന്ന് ചിക്കി അനക്ക് നെയ്യും തേങ്ങയും കൂടെ ഒന്നേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് ചെയ്ത് നോക്കണേ. 4 സാധനങ്ങൾ എല്ലാ വീട്ടിലും കാണും. കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും കൂര അവിടെ കാണും. ഇനി ഇതിൽ നമ്മളൊരു ഇച്ചിരി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം മുകളിലൊന്ന് തൂവി കൊടുക്കാനാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. നെയ്യിൽ വറുത്ത് തേങ്ങയാകുമ്പോഴത്തേക്ക് അത് ഉള്ളിലും പുറമേയും കിട്ടുമ്പോൾ നമുക്ക് ചവയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കഴിക്കാനും തോന്നും. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്ത് പോയി ഓരോന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആ തെളിയിച്ച് വെച്ച പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂരപ്പാലാണ്, അല്ലാതെ പശുവിൻ പാലോ ഒന്നുമല്ല. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിയിൽ കട്ട കെട്ടാത്ത രീതിയിൽ അത് ചിക്കിക്കൊണ്ടേയിരിക്കണം. കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന രീതി. കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ 10-18 വയസ്സുള്ള പിള്ളേരായാലും ഒന്നും ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിക്കേണ്ട. ഈ കാണുന്ന രീതിയിൽ ചെയ്താൽ വീട്ടിൽ നമുക്ക് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂരോ ഹൽവ. അത് ഹെൽത്തിനും നല്ലതാണ്. ഒരുപാട് അരി ആഹാരം ചെല്ലുന്നതിനേക്കാൾ വളരെ പ്രയോജനകരമാണിത്. ഷുഗറുള്ളവർക്ക് കൂര എന്ന് പറയുമ്പോൾ വളരെ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഒക്കെ ഒരു പരിധി വരെ കുറച്ചിട്ട് അവർക്കും കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് തേങ്ങ ചേർത്തല്ലോ, നെയ്യുണ്ട്. അതൊക്കെ ആകുമ്പം ശർക്കര ചേർത്തില്ലെങ്കിലും അവർക്കും കഴിക്കാം. കണ്ടോ, കട്ട കെട്ടാതെ ചിക്കി റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക്
നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസായ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. ശർക്കര പാനിയാക്കി തെളിച്ച് നമ്മൾ ഒഴിച്ച് വെച്ചതാണ്. കല്ലും മണ്ണൊന്നും വരാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എടുത്ത് വെച്ചിട്ട് അതും ഒഴിച്ചു കൊടുത്താൽ പിന്നെയും നമ്മൾ കട്ട രീതിയിൽ എല്ലാം ഒരുപോലെ ആകുന്ന പോലെ ഇതുപോലെ വരും. ഇനിയും നമ്മൾ അടി പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ അനക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തവിയിൽ നിന്ന് പറഞ്ഞു വരാത്തൊരു പരുവം വരുമ്പോഴത്തേക്ക് തീ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ അതിനകത്തേക്കിട്ട് ചിക്കി ഇത് ഞാൻ പിന്നെയും 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇപ്പോൾ 2 സ്പൂണോളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മൊത്തം 7 സ്പൂൺ നെയ്യോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്. അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടും. ഉണ്ടോ? ഇങ്ങനെ കൈയിളക്കാതെ കൊടുത്ത് പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന ആ ഒരു പരുവും, അതുപോലെ നമ്മുടെ തവിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വീഴാൻ മടിക്കുന്ന പോലുള്ളൊരു പരുവാണ് ഇതിൻ്റെ ഫൈനൽ. അപ്പോൾ ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യ് തടവിക്കൊണ്ട് ഇതങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏലക്ക അത് പറയാൻ ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഏലക്ക വേണമെങ്കിൽ ചേർക്കുക, ഇല്ലേ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏലക്കായും കൂടെ ചേർത്ത് ഒന്നിച്ചൊന്നുകൂടെ എല്ലാ വശത്തും വരുന്ന രീതി ചിക്കി കുറേ കൂടെ പറ്റുന്ന ഒരു രീതിയിലാക്കി എടുക്കുക. ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യാണ് തടവിയത്. വെളിച്ചെണ്ണ തടവിയാലും മതി. വെളിച്ചെണ്ണയോ നല്ല ഓയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓയിൽ. എന്നിട്ട് അത് വീണത് കണ്ടോ? അപ്പോൾ ഈ ഒരു പരുവത്തിലായാലാണ് നമ്മുടെ അലുവായുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇനി ആ പാത്രത്തിൽ എല്ലായിടവും ആകുന്ന രീതിയിൽ ഒരേ രീതിയിലാക്കി എടുക്കുക. ഞാനീ പറഞ്ഞത് ഇന്ന് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 250 300 ശർക്കര, 1 മുറി തേങ്ങ, നെയ്യ് 5 സ്പൂണെന്ന് പറഞ്ഞാൽ 5 അല്ല 7 സ്പൂൺ. അതിൻ്റെ അളവ് വേണം ഇച്ചിരൂടെയൊക്കെ കൂട്ടിയാലും കുഴപ്പമില്ല, ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നല്ല രീതി, കാരണം തേങ്ങയുള്ളത് കൊണ്ട് തേങ്ങയുടെ പാലും അതിൻ്റെ എണ്ണമയവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പറഞ്ഞൊരു 5 സ്പൂണാണെന്നല്ല. ഇത് ഇവിടെ ഇരുന്നതാണ്. നേരത്തെ ഒരു ആവശ്യത്തിന് ചെയ്തപ്പോൾ അധികം വന്നത് ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ. അത് ഓപ്ഷണലാണ്, അത് വേണമെന്ന് നിർബന്ധമില്ല, വെറുതെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മളെല്ലാം വറുത്ത് വെച്ചപ്പോൾ ഇച്ചിരി കോരി മാറ്റിയിരുന്നല്ലോ, അതിൻ്റെ മുകളിലേക്ക് അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? അതും കൂടെ ഇട്ട് നല്ലപോലെ തട്ടിപ്പൊതിഞ്ഞ് ഒന്ന് തണുക്കാൻ വയ്ക്കുക. ഇത് തണുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് ഉറയ്ക്കുന്നത്. ധൃതി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. നന്നായിട്ട് ഉറച്ച് വരുമ്പം എടുത്ത് മുറിച്ച് നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നത് തന്നെ. ഓരോ പീസായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ.